പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ശനിയാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിയമാവർത്തന പുസ്തകം 30:20 വചനം വെളിപ്പെടുത്തുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക, നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിനക്ക് ജീവൻ ലഭിക്കും, നിനക്ക് ദീർഘായുസ് ലഭിക്കും. എപ്പോൾ? നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച്. പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ഞാനിങ്ങനെ ഈ വചനം ഒന്ന് ധ്യാനിച്ചപ്പോൾ ദൈവം ഇതെന്താ ഈ വചനത്തെ കുറിച്ച് പറയേണ്ടത്, ഈ വചനം തന്നപ്പോൾ ഈശോ ഞാനിങ്ങനെ നോക്കുമായിരുന്നു സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹമുണ്ടോ? അതായത് യേശു കാൽവരിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് വേണ്ടി മരിച്ചു എന്നതിനേക്കാൾ വലിയ സത്യമാണ് യേശു ഞാൻ എന്ന വ്യക്തിക്ക് വേണ്ടി, ഞാൻ എന്ന സജു വടക്കേത്തല എന്ന വ്യക്തിക്ക് വേണ്ടി മരിച്ചു എന്നത്. അതിനേക്കാളും വലിയ സത്യമല്ല സഹോദരങ്ങളെ. ആ യേശുവിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതാണ് കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട്, അത് തിരുവചനത്തിലൂടെയാണ്, അല്ല വിശുദ്ധ ബൈബിളിലൂടെയാണ് എന്ന് യേശു നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളുടെ ഈ ഹെക്റ്റിക് ഷെഡ്യൂളിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്കതിനൊക്കെ വല്ല സമയമുണ്ടോ? വചനം വായിക്കാനൊക്കെ വല്ല സമയമുണ്ടോ? അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക, അവിടുത്തോട് മുറുകെ പിടിച്ച് ചേർന്ന് നിൽക്കുക, നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബയോളജിക്കൽ ലൈഫ് എന്നതിനേക്കാൾ, തീർച്ചയായും ബയോളജിക്കൽ ലൈഫുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ഓജസ്സും തേജസ്സും. നമ്മൾ പറയില്ലേ, ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ. ജീവനില്ലാത്തതിൻ്റെ തെളിവാണ് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി വെച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി വെച്ചാൽ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ സഹോദരങ്ങളെ? ചിലപ്പോഴെങ്കിലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ശരിക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചില്ലെങ്കിലും നമുക്ക് ഊട്ടിപ്പോകാൻ തോന്നും, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ തോന്നും. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്നേഹിച്ച്, കർത്താവ് ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എങ്ങനെ വെച്ചാൽ കർത്താവിനെ സ്നേഹിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഇത് കണ്ണടച്ച്, ഇറ്റ്സ് ഫെയ്ത്ത്, ഇറ്റ്സ് എ ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ്. അത് ഒരു എടുത്തുചാട്ടമാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് കിട്ടും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവന് ഒരു ഓജസ്സും ഒരു തേജസ്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എന്നെ കേൾക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്ന ദൈവമേ, മനസ്സിനൊരു ഉന്മേഷമില്ല, ഒരു താല്പര്യമില്ല, ഒരു മരവിപ്പ്. കർത്താവേ, അങ്ങനെയൊക്കെ വേദനിക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കണം, ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.